നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറ കൈപ്പുറത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൈപ്പുറം പണിക്ക വീട്ടിൽ 72 വയസ്സുള്ള ഇബ്രാഹിമാണ് മരിച്ചത്. തിരുവേഗപ്പുറ കൈപ്പുറത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കൈപ്പുറം പണിക്ക വീട്ടിൽ 72-കാരൻ ഇബ്രാഹിമാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഇബ്രാഹിമിനെ കൊപ്പം ഭാഗത്ത് നിന്ന് മെറ്റൽ കയറ്റി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇബ്രാഹിമിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഹോൺ മുഴക്കിയത് പ്രകോപിതനാക്കി. തൃത്താല സ്വദേശിയായ കാർ യാത്രികന് ലഹരിക്കേസ് പ്രതിയുടെ ക്രൂരമർദ്ദനം. തൃത്താല VK കടവ് സ്വദേശി കൊപ്പത്ത് വീട്ടിൽ ഇർഷാദിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30യോടെയായിരുന്നു ആക്രമണം. എടപ്പാളിൽ നിന്നും കലമ്പുറത്തെ ഭാര്യ വീട്ടിലേക്ക് കുടുംബസമേതം നോമ്പ് തുറക്കാൻ യാത്ര ചെയ്യുന്നതിനിടെയായിരുന്നു ലഹരിക്കേസുകളിലും മറ്റു കേസുകളിലും ഉൾപ്പെട്ട പ്രതി ഇർഷാദിനെ ആക്രമിച്ചത്. ഇർഷാദും ഭാര്യയും കുഞ്ഞും ഭാര്യ സഹോദരിയുമാണ് കാറിലുണ്ടായിരുന്നത്. ഇർഷാദിന്റെ കാറിന് മുൻപിൽ ഇരുചക്രവാഹനത്തിൽ ഫോണിൽ സംസാരിച്ച് യാത്ര ചെയ്യുകയായിരുന്നു പ്രതി. ഇതിനിടെ പിറകിൽ നിന്നും ഇർഷാദ് ഹോൺ മുഴക്കിയതോടെ പ്രതി പ്രകോപിതനാകുകയും ഇർഷാദിന്റെ സമീപമെത്തി തെറിവിളിക്കുകയുമായിരുന്നു. സംഭവം കാര്യമാക്കാതെ മുന്നോട്ട് പോയ കാറിനെ 1 കിലോമീറ്ററിലേറെ ദൂരം പിന്തുടർന്ന പ്രതി കാർ ബസിനു പുറകിൽ ബ്രേക്ക് ചെയ്തതോടെ ബൈക്ക് കുറുകെ നിർത്തിയിറങ്ങി വന്ന ശേഷം ഇർഷാദിനെ മർദ്ദിക്കുകയായിരുന്നു. വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. എൻ്റെ മുഖത്തടിച്ച് എൻ്റെ മുഖത്ത് ഇവിടെ പരിക്ക് പറ്റി എന്ന പോലെ വണ്ടിയുടെ ചാവി വലിച്ചൂരി ചാവി വളച്ച് എന്നപോലെ എന്നെ മർദ്ദിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിനെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ അറിയുണ്ടായിരുന്നില്ല. പക്ഷേ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആള് കഞ്ചാവിനും ലഹരിക്കും അടിമയാണ്. ചങ്ങരംകുളത്തെ ഒരു മെയിൻ ഗുണ്ടാത്തലവനാണ് ഇദ്ദേഹം. മർദ്ദനത്തിൽ ഇർഷാദിന്റെ തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റു. ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ഇർഷാദിന്റെ കണ്ണിന് മുകളിലും പരിക്കേറ്റു. കാറിന്റെ പവർ വിൻഡോ സംവിധാനവും ഇയാൾ തകർത്തു. തന്നെ താമസിയാതെ വധിക്കുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയതായും ഇർഷാദ് പറഞ്ഞു. എടപ്പാളിൽ നിന്ന് ചങ്ങരംകുളത്തേക്ക് നോമ്പറക്കാൻ പോകുന്ന വഴി ഏതാണ്ട് നമ്മൾ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ വഴി വെച്ചിട്ട് ഒരാൾ ബൈക്കിൽ വന്നു. അപ്പോൾ ഞാനത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ഹോണടിച്ച്. ആ ഹോണടിച്ചിൽ പ്രകോപിതനായിട്ട് അയാൾ വന്നിട്ട് എന്നെ അസഭ്യം പറയും. ഫാമിലി വണ്ടിയിലുണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ചീത്ത പറയുകയും ചെയ്യും. വണ്ടിയിലുള്ള കുട്ടികളെയും ഫാമിലിയും ഭയപ്പെടുത്തുകയും വണ്ടിയുടെ സൈഡിലാകെ ഉരച്ച് സ്ക്രാച്ച് വരുത്തുകയും അതിനുശേഷം വണ്ടി ഏതാണ്ട് പമ്പിൽ മറ്റേ ചങ്ങരംകുളം ആ പമ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ആൾ ക്രോസ് ചെയ്ത് നിർത്തി വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി. ലഹരി കേസുകളിലും മറ്റ് പല കേസുകളിലും പ്രതിയാണ് ഇയാളെന്ന് തുടർന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായതായും ഇർഷാദ് പറയുന്നു. സംഭവത്തിൽ ഇർഷാദിന്റെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നമ്മുടെ ഈ തൃത്താല പ്രദേശത്ത് ലഹരി മാഫിയ വളരെയധികം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഈ കുന്നുപ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ തമ്പടിക്കുന്നത്. കാഞ്ഞിരത്താണി, കുമരനല്ലൂർ, ആലൂര് തുടങ്ങി കപ്പൂര് ഈ മേഖലയിലാണ്, ആ കുന്നു മേഖലകളിലാണ് ഇവരെ മെയിൻ കേന്ദ്രം. ഇവിടെ നിന്നുള്ള ഉപശാഖ, ഇവിടെ നിന്നുള്ള വിതരണമാണ് ചങ്ങരംകുളത്തേക്ക് എത്തുന്നത്. ചങ്ങരംകുളത്തുള്ള ടീം ഇതിൻ്റെ ചെറിയ ടീമാണെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ അറിയാത്ത രീതിയിൽ ഇവിടുത്തെ കുടുംബങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ മാഫിയ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CCTVയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന് പ്രൗഢമായ തുടക്കം. എക്സൈസ്, പോലീസ്, തദ്ദേശ സ്ഥാപനങ്ങൾ, വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെ CCTV നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഞായറാഴ്ച തുടക്കമായത്. CCTV കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PK സതീഷ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സമകാലിക സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ നേരിടാൻ തങ്ങളാലാകും വിധം പ്രവർത്തിക്കാൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ മുന്നിട്ടിറങ്ങിയ CCTVയെ സർക്കാരിന് വേണ്ടി, എക്സൈസ് വകുപ്പിന് വേണ്ടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അഭിനന്ദിച്ചു. ലഹരിക്കെതിരെ ചെറുവിരൽ അനക്കുന്നത് പോലും മഹത്തായ സാമൂഹ്യ സേവനമാണ്. നമ്മുടെ തലമുറയെ കാർന്നു തിന്നുന്ന ഈ വിപത്തിനെതിരെ എക്സൈസും പോലീസും വലിയ യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും കമ്മീഷണർ പറഞ്ഞു.
2024 വർഷത്തിൽ മാത്രം 27,171 കേസുകൾ ഈ ഇനത്തിൽ ചാർജ് ചെയ്യുകയും 24,632 പേരെ അറസ്റ്റ് ചെയ്യുകയും ടൺ കണക്കിന് കിലോ മയക്കുമരുന്ന് നശിപ്പിച്ചിട്ടും ഇതിന്റെ വ്യാപനം കുറയുന്നില്ലെന്നും എല്ലാത്തരം ജാഗ്രതയോടെയും സമൂഹമൊന്നാകെ ലഹരിക്കെതിരെ അണിനിരക്കണമെന്നും പി കെ സതീഷ് കൂട്ടിച്ചേർത്തു. കേരള ഗവൺമെൻറ് വ്യാപകമായി ലഹരി തെറ്റാണ്, മോശമാണെന്നുള്ള പ്രചരണം നടത്തുന്നത് ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഈ പദ്ധതിയുടെ ഫലമായിട്ട് ഈ കേരളത്തിലെ 1.5 ലക്ഷം ജനങ്ങൾക്ക് ഈ 14 കേന്ദ്രങ്ങളിലൂടെ കൗൺസിലിങ്ങും ചികിത്സയും കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വിമുക്തി മിഷന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ ഒരാളെ ഞാൻ സംരക്ഷിച്ചാൽ പിന്നെ ആ സംഖ്യ 99. നിങ്ങളും ഒരാളെ സംരക്ഷിക്കൂ, ആ സംഖ്യ 98 ആവും. അതുപോലെ ഇതേപോലെ CCTV കുന്നംകുളത്തെ പോലെ എല്ലാവരും ഈ ലഹരി തെറ്റാണ്, ഇതൊരു യജ്ഞമായിട്ട് ഏറ്റെടുത്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിന് കേരള ഗവൺമെൻറ് ഒരു ടോൾ ഫ്രീ മൊബൈൽ നമ്പർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാക്ഷാൽ DGPയുടെ എക്സൈസ് കമ്മീഷണറുടെ ഔദ്യോഗിക മൊബൈൽ നമ്പറാണ് കേരള ഗവൺമെൻറ് ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിനായിട്ട് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ധൈര്യപൂർവ്വം 24 മണിക്കൂറും ഈ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ പരാതിക്ക് 24 മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടാകുന്ന സത്വര നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. 9417717800 എന്നതാണ് ആ ടോൾ ഫ്രീ നമ്പർ. ആ ടോൾ ഫ്രീ നമ്പർ പരാതി പറഞ്ഞാൽ നിങ്ങളുടെ പേരോ മേൽവിലാസമോ യാതൊരു വിവരങ്ങളും ഒരു കാരണവശാലും പുറത്തു പോകില്ല. തിരുവനന്തപുരത്ത് DGPയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലാണ് പരാതി പോവുക. അവിടെ 24 മണിക്കൂറും പരാതി എഴുതിയെടുക്കാൻ പോലീസുകാരെ നിയമിച്ചിട്ടുണ്ട്. പരാതി എഴുതിയെടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഉടൻ തന്നെ അതാത് എക്സൈസ് പോലീസ് ജില്ലാ മേധാവികൾക്ക് വാട്സപ്പിലൂടെ കൈമാറും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് തൃശൂർ റേഞ്ച് ഓഫീസർ ലത്തീഫ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ വരുത്തിവെക്കുന്ന മാരകവും വ്യാപകവുമായ വിപത്തിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആയതിനാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ എല്ലാതര ലഹരി ഉപയോഗങ്ങളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കും. കുന്നംകുളം പോലീസ് SHO UK ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിമരുന്ന് തലവന്മാർക്ക് ഗുണ്ടാ തലവന്മാർക്കെന്ന പോലെ വീരപരിവേഷം ലഭിക്കുന്നുവെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപരിക്കുന്ന യുവതലമുറ അന്ധമായി ഇവരെ അനുകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗുണ്ടാ തലവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലത്തൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്ന ആളാണ്. ഇപ്പോൾ ഗുണ്ടാ തലവൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെല്ലുന്ന അവസ്ഥയാണ്. അത് നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. ആ മാറ്റമാണ് നമ്മൾ കണ്ടെത്തിയിട്ട് പരിഹരിക്കേണ്ടത്. അതായത് ഈ കുട്ടികളിലാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള നമ്മുടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ബദനി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് OIC, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, എക്സൈസ് കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ ശിവശങ്കരൻ, നഗരസഭാ കൌൺസിലർമാരായ ബിജു C ബേബി, KK മുരളി, വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ സ്വാഗതവും ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ് നന്ദിയും പറഞ്ഞു. അപകടകരമായ വർഗീയതയും അതിഭീകരമായ ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങളുമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് മന്ത്രി കെ രാജൻ. ഈ മുഖമുദ്ര വിദ്യാഭ്യാസ മേഖലയിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. AISF സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സവർക്കറുടെ രാഷ്ട്രീയ മുദ്രാവാക്യം അംഗീകരിക്കുന്ന ഒരു ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ തലച്ചോറുകളെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ ക്യാച്ച് ദം യങ് എന്ന മുദ്രാവാക്യത്തിലേക്ക് പോവുകയാണ്. അപകടകരമായ വർഗീയത, അതിഭീകരമായിട്ടുള്ള ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ, ഫെഡറലിസത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനയെയും പുച്ഛിച്ചു തള്ളുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം ഗവൺമെന്റിന്റെ മുഖമുദ്രകൾ ഇതൊക്കെയാണ്. ആ മുഖമുദ്രകൾ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഇന്ത്യൻ വിദ്യാഭ്യാസ കേന്ദ്രത്തെയാണ്. കോവിഡിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ സാമൂഹിക അകലവും സാനിറ്റൈസറും
മുഖംമൂടികളുമായി ലോകം നിൽക്കുന്ന കാലത്ത് പരമോന്നത ജനാധിപത്യ കേന്ദ്രമായ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഇരുസഭകൾ 1 മണിക്കൂർ പോലും ചർച്ച ചെയ്യാതെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചു. കോത്താരി കമ്മീഷൻ മുതൽ ഇന്ത്യ ഉയർത്തിപ്പിടിച്ചിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ നയസമീപനങ്ങളെ സമ്പൂർണ്ണമായി തകർത്തുകൊണ്ട് യുക്തിബോധത്തിന്റെ ശാസ്ത്രീയതയുടെ അവസാനത്തെ അണുപോലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച് കേവലം ജോലി ലഭ്യമാക്കേണ്ട ഉപകരണങ്ങൾ മാത്രമാണ് വിദ്യാർത്ഥികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലധിഷ്ഠിതം എന്ന മുഖംമൂടിയോടെ തെറ്റായ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ ദേശീയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ 46ാം സംസ്ഥാന സമ്മേളനത്തിനാണ് പട്ടാമ്പിയിൽ ഒരുക്കങ്ങൾ തുടങ്ങിയത്. മെയ് 8, 9 തീയതികളായാണ് പട്ടാമ്പിയിൽ വെച്ച് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാസംഘം രൂപീകരിച്ചു. സഹസംഘ രൂപീകരണ യോഗത്തിൽ OK സേതലവി അധ്യക്ഷനായിരുന്നു. AISFന്റെ സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ, സെക്രട്ടറി B കബീർ, ജില്ലാ സെക്രട്ടറി സിനാഫ് ജിസ്മോൻ, KP സുരേഷ് രാജ്, മുഹമ്മദ് മോസിൻ MLA, സുമലത മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തപസ്യ തിരുമിറ്റക്കോട് പഞ്ചായത്ത് യൂണിറ്റും സദാശിവ മാധവ സേവാ ട്രസ്റ്റും സംയുക്തമായി പെരിങ്ങന്നൂർ ബാലസദനത്തിൽ വെച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഷൊർണൂർ രവി അധ്യക്ഷത വഹിച്ച ചടങ്ങ് കവയത്രി P രമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. തൃത്താല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറും വിമുക്തി കോർഡിനേറ്ററുമായ E ആരതി ക്ലാസ് എടുത്തു. K കരുണാകരൻ ഉണ്ണി, P അരവിന്ദൻ, SP മണികണ്ഠൻ, ഡോക്ടർ സജീവ്, മമ്മിക്കുട്ടി, പ്രഭാത് എന്നിവർ സംസാരിച്ചു. കൂറ്റനാട്ടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 8 വർഷം പിന്നിട്ടിട്ടും പൊതുജനത്തിന് തുറന്നുകൊടുക്കാതെ കാടുപിടിച്ച് നശിക്കുന്നു. 40 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് മദ്യപരുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുന്നത്. പട്ടാമ്പി താലൂക്കിലെ ആദ്യ വിശ്രമകേന്ദ്രമാണ് കൂറ്റനാട്ടെ ടേക്ക് എ ബ്രേക്ക് വിശ്രമകേന്ദ്രം. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോരത്ത് പണിത കെട്ടിടം 8 വർഷം കഴിഞ്ഞിട്ടും തുറക്കാനായില്ല. ദീർഘദൂര വഴിയാത്രക്കാർക്ക് വിശ്രമ സൗകര്യത്തിനായാണ് കേന്ദ്രം നിർമ്മിച്ചത്. കൂറ്റനാട് ജല അതോറിറ്റിക്ക് മുന്നിലായാണ് കെട്ടിടമുള്ളത്. 2016 ഫെബ്രുവരി 28 മന്ത്രി AP അനിൽകുമാറാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ജില്ലയ്ക്കായി അനുവദിച്ച ഏക ടേക്ക് എ ബ്രേക്ക് കെട്ടിടം കൂടിയാണ് കൂറ്റനാട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ ആധുനിക രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഗുരുവായൂരിലേക്കും മണ്ഡല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കും നിരവധി തീർത്ഥാടകർ ഇതുവഴി കടന്നുപോകാറുണ്ട്. ഇവർക്ക് വിശ്രമകേന്ദ്രത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അതുമുണ്ടായില്ല. സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് കെട്ടിടം തുറന്നു പ്രവർത്തിക്കാനാകാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കെട്ടിട നിർമ്മാണം മുഴുവനായും പൂർത്തീകരിച്ചെങ്കിലും കെട്ടിട നമ്പർ ലഭിക്കുകയോ വൈദ്യുതീകരണം പൂർത്തിയാക്കുകയോ ചെയ്തിട്ടില്ല. കെട്ടിട നിർമ്മാണ സമയത്ത് KSTPയുടെ അധീനതയിലായിരുന്നു പാതയുണ്ടായിരുന്നത്. പിന്നീട് പൊതുമരാമത്ത് നിരത്തു വിഭാഗത്തിനു കീഴിൽ റോഡ് വന്നെങ്കിലും കെട്ടിട നമ്പർ ലഭിക്കുന്നതടക്കമുള്ള നിയമപ്രശ്നങ്ങൾ പദ്ധതിക്ക് വിലങ്ങുതടിയായി തുടരുകയാണ്. തളി തച്ചുകുന്നിലെ മണ്ണെടുപ്പിനെതിരെ കടുകശ്ശേരി തച്ചുകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ദേശമംഗലം പഞ്ചായത്തിലെ 14ാം വാർഡിലാണ് തച്ചക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി ലോല പ്രദേശമായ തച്ചുകുന്നിൽ കെട്ടിടം നിർമ്മിക്കുവാൻ അനുമതി നേടിയാണ് വൻതോതിലുള്ള മണ്ണെടുപ്പ് നടക്കുന്നത്. കുന്നിന് താഴെ നിരവധി കുടുംബങ്ങൾ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. കാലവർഷങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ് തച്ചക്കുന്ന്. കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണെടുപ്പ് നടത്തുന്നതിന് ജിയോളജി വകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാർഡ് മെമ്പറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണെടുപ്പ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിഗണന നൽകാതെ ജിയോളജി വകുപ്പ് മണ്ണെടുപ്പിന് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഒത്തുചേർന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടന്ന പൊതുയോഗം സാമൂഹിക പ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്തു. പോയപ്പോ അവര് പറയുന്നത്, ഞങ്ങൾ ചോദിച്ചത് കാണാതെയാണോ പെർമിഷൻ കൊടുത്തത്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളത് മുഴുവൻ നോക്കി, ഇവിടെ മുഴുവൻ കണ്ടു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു പിൻഭാഗം പിന്നില് ഇതുപോലെ രാജ്യം മുമ്പ് പറഞ്ഞ പോലെ 10-15 വീട്ടുകാര് അയ്യപ്പൻകാട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അത് കൂടെ കയറി വന്ന് അത് മുഴുവൻ പരിശോധിച്ച ശേഷമാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. ഇത് മണ്ണെടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ്, അല്ലാതെ അവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ തളിക്കുളത്ത് നിന്ന് വന്ന ഏതോ ഒരാള്, അറിയാത്ത ഒരാള് ഇവിടെ ഒരു കടമുറി അല്ലെങ്കിൽ ഒരു ക്വാർട്ടേഴ്സ് പണിയാൻ വേണ്ടി ഇവിടെ സ്ഥലം വാങ്ങിയിരുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. CP രാജൻ അധ്യക്ഷനായി. T ബഷീർ, K വിപിൻദാസ്, KK മണികണ്ഠൻ, TK കുഞ്ഞുകുട്ടൻ മാസ്റ്റർ, MM രതീഷ് മാസ്റ്റർ, P ശശി കടുകശ്ശേരി, TM മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു.
പട്ടാമ്പിയെ വ്യവസായ സൗഹൃദമാക്കുന്നതിനായി ലക്ഷ്യമിട്ട് വ്യവസായ സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നു. ഈ മാസം 26-നാണ് സംഗമം. ഇതിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. നൂതന വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലുള്ള വ്യവസായ സംരംഭങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. മുഹമ്മദ് മുഹ്സിൻ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് വ്യവസായ സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ അതിലേക്കൊന്നും വിശദമായി പറയുകയല്ല. ഇപ്പോൾ ഓൺലൈൻ സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് 3.5 വർഷത്തിനുള്ളിൽ ലൈസൻസ് കിട്ടുന്ന രീതിയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വ്യവസായം ആരംഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഈ മാസം 26-ാം തീയതി ശങ്കരമംഗലം ബോഗൻവില്ല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മീറ്റ് വ്യവസായ മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ അതിവേഗം മുന്നോട്ടു പോവുകയാണ്. ഈ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഓരോ ജില്ലകളിലും മണ്ഡലങ്ങളിലും വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും മുഹ്സിൻ MLA പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് ഇത്തരത്തിലുള്ള ഒരു വിപുലമായ മീറ്റ് നടക്കുന്നത്. നിലവിലുള്ള വ്യവസായികളെയും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നവർക്കും കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനും മീറ്റ് ഏറെ സഹായകരമാവും. വ്യവസായ രംഗത്തെ നൂതന സംരംഭങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് അവബോധം നൽകുന്നതിനുതകുന്ന ശില്പശാലയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് അനന്തമായ സാധ്യതകളാണുള്ളത്. എന്നാൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അനുയോജ്യമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും അത് വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിനും സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയേണ്ടതുണ്ടെന്നും MLA പറഞ്ഞു. നമ്മുടെ കേരളം കൂടുതൽ വ്യവസായ സൗഹൃദമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലും പാലക്കാട് ജില്ലയിലും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് പട്ടാമ്പി മണ്ഡലത്തിൽ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അതോടൊപ്പം തന്നെ സാങ്കേതിക മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശില്പശാല കൂടി സംഘടിപ്പിക്കുകയാണ്. ഈ വരുന്ന 26-ാം തീയതി നമ്മുടെ ശങ്കരമംഗലം, പട്ടാമ്പിയിലെ ശങ്കരമംഗലത്തുള്ള ബോഗൻവില്ല എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ സംരംഭക മേഖലയിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിചയപ്പെടുത്താൻ നൂതനാശയങ്ങൾ, MSMEകൾ, പുതിയ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതോടൊപ്പം തന്നെ നിലവിലുള്ള വ്യവസായങ്ങളെ അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ആധുനികവൽക്കരിക്കുന്നതിനും ഒക്കെ സഹായിക്കാനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയായിട്ടുള്ള റാമ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ തലത്തിൽ തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ്. നിക്ഷേപകരുമായി സംരംഭകരെയും സ്റ്റാർട്ടപ്പുകളെയും ബന്ധിപ്പിക്കാൻ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന പ്രത്യേക സെക്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരും ഈ സംരംഭത്തിൽ പങ്കെടുക്കണമെന്നും മുഹ്സിൻ MLA പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. യോഗത്തിൽ ബെനഡിക്ട് വില്യം ജോൺസ്, ജനറൽ മാനേജർ, ജില്ലാ വ്യവസായ കേന്ദ്രം പാലക്കാട്, ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, തഹസിൽദാർ കിഷോർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തൃത്തല ബ്ലോക്ക് തല സെമിനാർ കൂറ്റനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. കൃഷ്ണകുമാർ മാസ്റ്റർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T. സുഹറ, വിജേഷ് കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത, ഡയറ്റ് പ്രതിനിധി സുനിൽ അലക്സ്, HM ഫോറം പ്രതിനിധി E. ബാലകൃഷ്ണൻ, അധ്യാപക സംഘടനാ പ്രതിനിധികളായ ഹരിനാരായണൻ, E. ശ്രീകല എന്നിവർ സംസാരിച്ചു. SCRTE അംഗവും റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ MP നാരായണൻ ഉണ്ണി മാസ്റ്റർ വിഷയാവതരണം നടത്തി. AEO K. പ്രസാദ് സ്വാഗതവും BPC ദേവരാജൻ നന്ദിയും പറഞ്ഞു. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ SSLC വിജയശതമാനം, നമ്മുടെ +2 വിജയശതമാനം, അതുപോലെ തന്നെ വിജയശതമാനം നേടുന്ന വിദ്യാലയങ്ങളുടെ എണ്ണം, 100% വിജയശതമാനം നേടുന്ന വിദ്യാലയങ്ങളുടെ എണ്ണം എല്ലാം തന്നെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നത് നമ്മളെല്ലാവരുടെയും മുമ്പിൽ നിലനിൽക്കുന്ന വസ്തുതയാണ്. തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യവുമാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും
നേരത്തെ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച രണ്ടാളുകൾ സൂചിപ്പിച്ചതുപോലെ എവിടെയോ ചെറിയ ചെറിയ പോരായ്മകൾ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടുന്ന പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പോരായ്മകൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടി എന്നുള്ള തലത്തിൽ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരും അല്ലേ, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തുള്ള സ്കൂളുകളുടെ അവസ്ഥയേ അല്ല ഇന്നുള്ള സ്കൂളുകളുടെ അവസ്ഥ. ഇന്നത് ഏറെ മാറ്റത്തിന് വിധേയമായിരിക്കും. അത് പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ഭയങ്കര, നമുക്കൊരിക്കലും നേരത്തെ ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത്, പൊതുവിദ്യാഭ്യാസ മേഖലക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. നമ്മുടെ കേരളത്തിലെ ഒരു പൊതുവിദ്യാലയം, ഒരു ഗവൺമെന്റ് വിദ്യാലയം, FP സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ പഠിക്കുന്നത് AC ഒക്കെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് മുറികളിൽ ഇരുന്നുകൊണ്ടാണ്. AC നമ്മുടെ സ്കൂൾ, ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗവൺമെന്റ് വിദ്യാലയങ്ങൾക്കകത്ത് AC ഒക്കെ ക്ലാസ് റൂമുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂലേ? എത്രമാത്രം ഒരു ഇടപെടലാണ് ആ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. തൃത്താല ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടന്നു. റസാഖ് AMS വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലയിൽ മുസ്ലിം ലീഗിനെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉണ്ണീൻകുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു. KV മൊയ്തീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് ഫാറൂഖി പ്രാർത്ഥന നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പത്തിൽ അലി അധ്യക്ഷനായി. PV ബീരാവുണ്ണി, AV നാസർ, TT ഹബീബുള്ള, വാർഡ് മെമ്പർ സുജാത, AV ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. MN നൌഷാദ് മാസ്റ്റർ സ്വാഗതവും UT താഹിർ നന്ദിയും പറഞ്ഞു. വീട്ടമ്മ മുങ്ങി മരിച്ചു. തളി അയ്യപ്പൻകാട്ടിൽ ജയൻ ഭാര്യ ശ്രീജതയാണ് തളി അരക്കുളത്തിൽ മുങ്ങി മരിച്ചത്. 41 വയസ്സായിരുന്നു. കാവ്യ, അഭിനവ് എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.